ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ താരം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാനും ഉമ്മയും പാടെയാണ് അത് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കിയേക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്, പിന്നെ അതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു നല്ലൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ തിരഞ്ഞെടുത്തത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു അടക്കാപ്പഴത്തിൻ്റെ മരമുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഈ ഗോവ തേയില എന്താ പറയാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അമ്മ കുറച്ച് ഗോവൻ്റെ അടക്കാപ്പഴത്തിൻ്റെ ഇലയിൽ എടുക്കാൻ വേണ്ടി പോവാണ്. ഗോവ, പേരക്ക, ഗോവല്ലേ, ഗോവ. എന്നാ പേരക്കൻ്റെ ഇല പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. റൈഷു ഉമ്മ സഹായിക്കടാ, ഇല പൊട്ടിക്കാൻ സഹായിക്കടാ കുരിപ്പ. അപ്പൊ ഉമ്മ നല്ല അടിപൊളിയായിട്ട് ഇത് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഗായ് ഇന്നെങ്ങാനും കിട്ടുമല്ല. അപ്പോൾ ഇമ്മ അവിടെ ഇല പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. പേരക്കൻ്റെ ഇലകൾ വേണം. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു പേരക്കൻ്റെ ഇല എന്ന് പറയുന്നത്. ഞാൻ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു മടിയുണ്ട്. അപ്പോൾ റോഡിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട്, പിന്നെ അപ്പുറം വീട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ചെറിയ ചമ്മലുണ്ട്. അപ്പോൾ ഇതിന് കണ്ണിലെന്തോ പെട്ടു, തെയ്യമെന്ന് എന്തോ വീണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണമ്മ കെയിനോ? എല്ലാരും എന്നെ നോക്കണുമ്മ, എല്ലാരും ചിരിക്കണം. അയ്യോ, എല്ലാരും എന്നെ നോക്കണു ഗൈസ്. കെയിനമ്മ ഗൈസ്, ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാറ്റ് വീശുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഗൈസ്, ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു ഇല കിട്ടി നിൽക്കുന്നത്. ഇല കിട്ടി നോക്കട്ടെ, ഇല കാണിക്ക്. കൂടുതൽ റൈഷുവിൻ്റെ അടുത്താട്ടമ്മ. റൈഷു അപ്പൊ നമുക്ക് ഇലയുണ്ട്. അയ്യോ ഗൈസ്, വാതിലടക്കുന്നു. ഇതാണ് നമ്മുടെ അടുക്കള. അപ്പോ നമുക്ക് ഇനി പേരക്കന്റെ ഇല കിട്ടി. പിന്നെ അത് കഴുകല്ലേ, അത് കഴുകാണ്. ലൈറ്റില്ലമ്മ. അപ്പോ പേരക്കന്റെ ഇല കഴുകുക. ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് അതൊന്ന് ഫ്രഷ് ആക്കിയിട്ട് വേറെ എടുത്ത് പേരക്കന്റെ കണ്ടു പേരക്കന്റെ ഇല നല്ല കഴുകിയിട്ട്, കാരണം റോഡ് സൈഡിൽ നിൽക്കണ പേരക്ക തൈ. അപ്പൊ എന്തായാലും പൊടി ഉണ്ടാവും, വണ്ടി പോയതിന്റെ പുറത്തൊക്കെ പൊടി ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനിയുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇപ്പൊ 2 റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ളത് ഏതമ്മ? ഇനി തൈരും കൂടി വേണം കേട്ടോ. അപ്പൊ ഈ ഒരു 3 സാധനങ്ങളാണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. ഈ പാട്. അപ്പൊ ഉമ്മ തൈര് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഈ തൈരും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. വെറും ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഹെയർ നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ടും നല്ല ബ്ലാക്ക് കളറായിട്ടും പിന്നെ തീരെ ഡാൻഡ്രഫ് പൊടി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളിത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് കാണാം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, പിന്നെ കുറച്ച് ബെനിഫിറ്റ്സൊക്കെ പറയാം. നല്ലതായിട്ടുള്ളൊരു റെമഡിയാണ്, ഒരു ഹോം റെമഡിയാണ്. പിന്നെ പുറത്തുനിന്നൊന്നും വലിയ സംഭവങ്ങളൊന്നും യൂസ് ആക്കുന്നില്ല. വീട്ടിലുണ്ടാവുന്ന
സാധാ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സും പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും നോക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ തൈര് മേടിക്കാൻ പോയാലും എത്തിയിട്ടുണ്ട്. തൈര് മേടിക്കാൻ പോയാലും ഷാനിബ കുറച്ചാൽ തരും. നമ്മൾ രണ്ടാളും സെയിം മാല ഇട്ടിട്ടുള്ളത്. മാല കാണിച്ചു കൊടുത്താ, മാല കാണിച്ചു കൊടുത്താ. കാണിക്കടാ, മാല കാണിക്കടാ. ഇന്ന് വരുമോ? അതാ നമ്മൾ ഭയങ്കര സെയിം മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നുള്ളില് നമുക്ക് നുള്ളിയുണ്ട് കാണിച്ചാൽ എങ്ങനെയാണ് ഒതുങ്ങിക്കെ. ഇതിങ്ങനെ ഇത് എന്താ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ പിച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്യില്ല. വെള്ളം അതിന് തന്നെ തൈര് ഒഴിക്കണത്. എന്നിട്ടില്ലേ അത് അരിച്ചെടുക്കുക. എന്നിട്ട് തലയിൽ തേച്ചിട്ട് 15 മിനിറ്റ് നല്ല തേച്ചതിന് ശേഷം നല്ല മസാജ്. അപ്പോൾ നമ്മൾ ഇതിലാണ് കേട്ടോ പരമാവധി അത് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക. സ്പ്രേൻ്റെ ബോട്ടിൽ അത് നമ്മളൊന്ന് എന്താ പറയാ റോസ്മേരി കിട്ടിയ ബോട്ടിലാണ്. അപ്പോൾ അതിൽ കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒഴിച്ചിട്ട് തലയിൽ വെക്കുന്നത് 15 മിനിറ്റ് നല്ല മസാജ് ചെയ്യുക. അപ്പോൾ തന്നെ ഉമ്മാക്കൊരു ഫോൺ വന്ന് ഞാൻ ചെയ്യേണ്ടി വരുമോ ഇതെല്ലാം? എന്നാൽ പിന്നെ തല തേക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഉമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇല്ല റീഷ്, വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് പറഞ്ഞാൽ വന്നോ. ഇത് കണ്ണു പോയി. അതാണ് 2 gems in 1 frame. അതൊരു സംഭവമാണ്. ക്യാമറ ആടുന്നുണ്ട്. ഇതിങ്ങനെ പിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാം കൊണ്ടിടണം. അപ്പം നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എന്ത് തൈര്. മോനെ തൈര് അടിച്ചെടുക്കുക. അടച്ചത് നമുക്ക് അടിച്ചെടുത്തിട്ട് അതാണ്. കുഴൽക്കിണറുണ്ടൊക്കെ ഒരു കുഴൽക്കിണറിൽ ഇടിക്കുന്ന ഒച്ച കേട്ടുള്ളത്. അതാണ് നമ്മളിവിടുത്തെ മിക്സി. നമ്മള് തുണി വെച്ചിട്ടുണ്ടോ? കാണില്ല. ഇവിടെ ഒരാൾ ബാക്കി വന്ന തൈര് തിന്നാണ്. തൈരിനെന്താ പറയാ അറിയോ? കേട്.
പഴയൊരു അരിപ്പ് വെക്കുക. ഏത് എക്സ്പ്രഷൻ പഴയൊരു അരിപ്പ് വെക്കുക അല്ലേ? ആ പഴയ ഒരു അരിപ്പ് വെക്കാൻ കേട്ടോ മോരന് പുതിയൊന്നും വെക്കല്ലേ. കേട്ടോ അതാ അരി ഗൈസ് അരിപ്പ വെക്കരുത്, അതൊരു ബാഡ് ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് തുണി എടുത്തിട്ട് അരിച്ചെടുക്കാം. തുണി അത്ര ബെസ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുക്കുന്ന തുണിയാണ് ബെസ്റ്റ് എന്ന് അമ്മ പറഞ്ഞു. എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് ആക്കണം അരിച്ചെടുത്തിട്ട്. ഇവിടെ മുത്തമ്മാൻ്റെ വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇമ്മ തുണിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഇമ്മാൻ്റെ പഴയ ഒരു ഷാൾ എടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല പച്ച മണം. ഇപ്പൊ പിസ്ത ജ്യൂസ് മാറ്റണ്ട്. പൈശുവിന് പിസ്ത ജ്യൂസ് വേണോ? അമ്മ ഒരു സ്ട്രോട്ട് എടുത്താവും കുടിച്ചോട്ടെ. ആ എനിക്ക് വേണം, എനിക്ക് വേണം. അതന്നെ ചോദിച്ചു വേണോന്നേ. ഈ തൈരിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കണ നോക്കുമ്മ. അപ്പം നമ്മളുടെ ആയുർവേദിക് മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് തേച്ചിട്ട് കടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ലല്ല, മസാജ് ചെയ്യാം. ഇന്ന് കുളിക്കണ്ടായിരുന്നു. അത് തേച്ചുറങ്ങാൻ നമ്മളിത് ഇവല്ലാത്ത ഇത് തമ്പന കൈ ഇതെടുക്കണ്ട. തമ്പന കണ്ടാണ്. ആ കണ്ടു കണ്ടു. അതൊക്കെ പാരിയണത് വരുന്നു ഗൈസ്. ഇതിലേക്ക് മുഞ്ച മുഞ്ച മുഞ്ചീന മുഞ്ചി മുഞ്ചി ആശை പുണ്ണകை അല്ല ആശை പുണ്ണകை മൂഞ്ചിയിൽ മൂഞ്ചി 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 മൂഞ്ചിയിൽ. ഫുൾ മോനെ ഫുൾ. ഫ്രഷ് ആക്കണം. ഗൈസ് അപ്പോൾ ഹെയർ തേക്കാനുള്ള ഒരു ഹോം റെമഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ കരയുന്നുണ്ട്. മുഹമ്മദ് റൈസ് ഇത് കൊടുക്കായിട്ടാണ് എൻ്റെ സങ്കടം. ആ തരാ അണ്ണാ. അപ്പൊ നമുക്ക് തലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ മസാജ് ആക്കി കൊടുക്കും. എന്നിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. എന്നിട്ട് ഫുൾ ഒരാഴ്ചയിൽ ഒരു ദിവസം യൂസ് ആക്കണം. അപ്പോൾ ഇനി നമ്മൾ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ പോകും. നല്ല നാച്ചുറൽ ബ്ലാക്ക് ഹെയർ ഒക്കെ കിട്ടും. പിന്നെ ഹെയർ ഒന്ന് തിക്കാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് യൂസ് ആക്കാം. അല്ല യൂസ് ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലൈറ്റ് ഓഫ് ആക്കി ഗൈസ്. ലൈറ്റ് ഓഫ് ആക്കി ഗൈസ്. ലൈറ്റ് ഓഫ് ആക്കി ഗൈസ്. അത് നമുക്ക് അപ്ലൈ ചെയ്യണ്ടേ. ഇവിടെ എനിക്ക് എന്താ സന്ധി വരെ മുടിണ്ടായി. സോറി സന്ധി വേണ്ടെന്നാ. എനിക്ക് മുട്ടിൻ്റെ മുകളിൽ മുടിയുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു മുട്ടിൻ്റെ അത്രയൊന്നുമില്ല, എനിക്ക് നല്ല ലോങ് ഹെയർ ആയിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒരു സൈഡിൽ അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാം. പിന്നെ ഒരു 3 വട്ടം ഷോർട്ട് ഹെയർ ആക്കി അങ്ങനെ വന്ന മുടിയാണ് ഇപ്പോൾ ഇത്. ഇനി ലോങ് ഹെയർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി നമുക്ക് വളർത്തുന്ന അപ്പം നമുക്കിനി ഹെയറിൽ നമ്മൾ ഉണ്ടാക്കിയ മരുന്ന് അപ്ലൈ ചെയ്യാം. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. ആ നല്ല തണുപ്പ്.
കാണുന്നിടത്താണ് കൂടുതൽ അടിക്കേണ്ടത് അല്ലേ അമ്മ? അല്ല തലയിൽ ഫുള്ള് തല ഫുൾ അപ്ലൈ ചെയ്യണ്ടേ? എന്നിട്ട് പിന്നെ എന്താ 15 മിനിറ്റ് നല്ല മസാജ് ചെയ്യണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മസാജ് എന്താ നോർമൽ വാട്ടറിൽ കഴുകണം. അതിൽ എണ്ണ അങ്ങനെയൊന്നും വേണ്ട, എണ്ണ ചേർക്കാം. കാരണം അതില് തൈരുള്ളതല്ലേ, അത് കാരണം എണ്ണയുടെ ആവശ്യം വരുന്നില്ല. നല്ല ഇങ്ങനെ മുടി ഇങ്ങനെ മാറ്റിട്ടേ ഉള്ളിൽ. അപ്പൊ ഇതെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാ? അവിടെ പറ, ഇതെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാ? താരം പോകും. അങ്ങനെ താരം പോവാനാണ് മെയിനായിട്ട്. മുടി വളരാൻ വേറൊരു ഇതുണ്ട്, വേറുണ്ട്. അത് വെല്ലുവിളി വെച്ചിട്ട് ഞാനൊക്കെ അങ്ങനെ മുടി വളരാൻ വേണ്ടി അതൊക്കെ തേച്ചു. ഡ്രസ് കൂടെ ആക്കല്ലേ മുടി വളരാൻ വേണ്ടിട്ടേ അങ്ങനെയൊക്കെ തേച്ചിട്ട് തന്നെയാണ് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നത്. ഇത് വെട്ടിക്കളഞ്ഞില്ലേ? കണ്ടോ ചെവിന്റെ കൂടെ ഒലിച്ചെന്നെ ഗൈസ്. മക്കൊരു ബുദ്ധിമുട്ടില്ല. നിക്ക് ചിരാപ്പഞ്ചിരി പാട്ടൊന്ന് പാടിക്കൊണ്ടു. കരിമീൻ കുരുവി പണ്ടേ കരിമീൻ കുരുവിയെ കണ്ടില്ല, ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടാടൊന്നും മിണ്ടേയില്ല, കാവിൽ വന്നിതാരാ പൂരം കണ്ടില്ല. ഇല്ല, ഇതിലൊരു ബാഡ് പാർട്ട് എന്താ വെച്ചാ ഒലിച്ചു കൂടെ മൂത്തു കൂടെ ഒലിക്കും. അതൊക്കെ നമ്മൾ സഹിക്കണം. വേറെ പാട്ട് ഇനി ബാക്കി തന്നെ ഉമ്മ തലയിലുമ്പോ എനിക്ക് ഈ ചെറുള്ളി ഉള്ളോണ്ട് അറിയില്ല, കണ്ണിരിയ കണ്ണിരിയുണ്ട് ഗൈസ്. ചെറുള്ളി ഉള്ളോണ്ടാണ്. മസാജ് ചെയ്യട്ടെ. പാലെടുക്കാൻ പറ്റും. അങ്ങനെ കേറി നമുക്ക് തേക്കണം. നിൽക്ക് ആദ്യം ഓളൊന്ന് തേച്ചിട്ട് ഓളെ താരനൊന്ന് പോട്ടെ. വീഡിയോ ഒക്കെ ആണെങ്കിൽ നല്ല സുഖ മസാജ് കിട്ടും. നേരെ മസാജ് കിട്ടും ഗൈസ്. കണ്ണിന്ന് പുക വെള്ളം ഒക്കെ വരും, പക്ഷെ നല്ലതാണ്. ഇപ്പൊ എന്റെ കണ്ണടിയില്ലേ ചോന്നിക്കണ്. പക്ഷെ ചെറിയുള്ളിയുടെ പ്രശ്നമാണ്. എന്താ കാട്ടുന്ന എന്റെ കണ്ണിലൊരു കുഴപ്പമില്ല. അത് നോക്ക്, എന്താ മാന്ത് കിട്ടോ ഗൈസ്. ഇങ്ങനെ ആക്കട്ടെ. കൊട്ടാരത്തിൻ കല്ലായിന്റെ ഹിജാബിലെ തുന്നിയതാരേ, കനിയെ കനിയെ മുല്ലപ്പൂവിൻ മുട്ടിനാലും തന്ന് കനിയെ പോകും പോകും പെണ്ണാണേ, ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലായി നിന്നെ ഹിജാബിലെ പാട്ടെന്താ വരുന്ന മസാജ് ചെയ്യുമ്പോഴുള്ള പാട്ട്, മസാജിങ് പാട്ട്. മഴ പറ്റി പാട്ട്. എന്ത് മന പറ്റിട്ട് എന്ത് പാട്ടുണ്ട്? എന്താ പറയാ, നല്ല അടിപൊളി അല്ല പറ, ഏത് പാട്ടാണ്ട് എനിക്ക് മറ്റേ പാട്ട് പാടുന്നത് പക്ഷെ അറിയില്ല. അത് ഏത്
സിന്ദൂര പൊട്ട് തൊടുമ്പോൾ ഈ നല്ല കണ്ണും സൂര്യൻ ഉദിച്ചിടുന്നു ഓണനിലാവൻ അമ്മയ്ക്ക് പൊന്നുണ്ണി കണ്ടാലും അമ്മയ്ക്ക് പൊന്നുങ്ങൾ നാളെ നീ അറച്ചല്ലേ മുടി വളരാനേ ട്രൈപോഡ് അനങ്ങുന്ന കേസ് മുടി വളരാൻ എന്തായിരുന്നു ആ മുടിയില്ലേ ആ വളരാനും വേറെ ഞങ്ങൾ ചിന്ന വീഡിയോ മുടി വളരാനുള്ള ലെങ്ത് വരാനുള്ള ഒരു വേറെ എന്തുണ്ടെന്ന് വേറെ മരുന്നുണ്ടെന്നല്ലേ അമ്മ അങ്ങനത്തെ ഓരോന്നുകൊണ്ട് തരും അതുകൊണ്ടാണ് ഇപ്പോൾ മുടി അവസ്ഥയിലെത്തി എനിക്ക് ഇത്ര മുടി സെക്കൻഡ് കുട്ടിയിലേക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നുള്ളൂ 2 വീഡിയോ ഫസ്റ്റ് കുട്ടിയിലേക്ക് ഇല്ല ഫസ്റ്റ് ആദ്യമൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു പിക്ക് എടുക്കാം പിന്നെ വെട്ടാനാണ് ഇപ്പം 3-4 ഷോർട്ട് ഹെയർ ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്ര വളർന്നിട്ടുള്ളത് അല്ലേ അമ്മ അപ്പം ഇനി നമ്മൾ വളർത്തും ഇല്ലേ അമ്മ അപ്പം നമുക്ക് ലോങ് വീഡിയോ ആണ് ലോങ് മുടി ആവണ വരെ കറക്കുക പാട്ട് പാടിയാൽ ഇൻട്രസ്റ്റ് മുൻപേ വാ നൻപേ വാ കൂടവാ ഉയരേ വാ മുൻപേ വാ നൻപേ വാ കൂടവാ ഉയരേ വാ നാ കേ പേന്നിനാനേ നീയാ നെഞ്ചം ഗുരുദേ മുൻപേ വാ നൻപേ വാ കൂടവാ ഉയരേ വാ നൻപേ വാ ഇനി നോർമൽ കുറച്ച് എൻ്റെ ഒരു 15 മിനിറ്റ് ഉണ്ട് നോർമൽ വാട്ടർ കഴിക്കാം എൻ്റെ കഴിഞ്ഞ റിസൾട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറയില്ല എന്താ പറയാ കെട്ടിയാക്കരുത് അമ്മ പറയും അമ്മ പറയും അപ്പോൾ ഇതിന് നാണം വന്നു ഞാൻ കെട്ടി വെക്കാൻ പാടില്ല ആ മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് തുറന്നു വെക്കണം ആ തുറന്നിടണം ഇങ്ങനെ തുറന്നിടും റേഷന് മുടി എങ്ങനെ ഉണ്ട് റേഷന് മുടി റൈഷുവിൻ്റെ കൂടെയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഇനി റൈഷുവിൻ്റെ തലയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് റൈഷ്മോനെ പറയൂ നല്ല സുഖമുണ്ട് പറയാൻ നല്ല തപ്പുണ്ടോ തണുപ്പുണ്ടോ തണുപ്പുണ്ട് റേഷന് ഇത്ര മുടി ഉണ്ടായിരുന്നു ആ റൈഷുവിന് ഇത്ര മുടി ഉണ്ടായിരുന്നു എന്നിട്ട് വെട്ടി കളഞ്ഞതാട്ടോ ഇമ്മാക്കും ഉണ്ട് നല്ല മുടിയല്ലേ അമ്മ എൻ്റെ മുടി കാണിക്കണം ഇമ്മാക്ക് നല്ല ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്കും ലോങ് ഹെയർ കിട്ടി പിന്നെ റൈഷുവിനെ നമ്മൾ വളർത്തി അങ്ങനെ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്ന ലോങ് എന്താ ഹെയർ ലോങ് ആവേണ്ടവർ അടുത്തൊരു റെമഡി ഉണ്ട് അപ്പോൾ എല്ലാവരും അത് വാട്സാക്കുക അത് നല്ലൊരു റെമഡിയാണ് നമ്മൾ യൂസ് ആക്കുന്നത് ഫുള്ള് വീട്ടിൽ നമുക്ക് പെട്ടെന്ന് കയ്യെത്താ ദൂരത്തു നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലേ അമ്മ മുഖത്തിന്റെ ഇതിൻ്റെ ഒരു ഫേസ് എന്താ അപ്പോൾ ഇനി നമുക്കൊരു 15 മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല പിന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയെന്നുള്ളത് ഫീഡ്ബാക്ക് അറിയാനും മറക്കില്ല നമ്മൾ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ നോക്കുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ